ഹായ് അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് ഞാൻ വന്നതേ നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ കഞ്ഞി നമ്മൾ സാധാരണ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. ജീരകക്കഞ്ഞി എന്നാണ് പറയുക, ചീരാക്കഞ്ഞി എന്നും പറയും. ഇത് നമ്മൾ ശരിക്കും നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നോമ്പിൻ്റെ ആ ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാൻ പൊടിയരി, നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, പൊടിയരി, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏത് അരി വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാം. നമ്മൾ ചോറ് വെക്കുന്ന അരിയും പച്ചരിയും എല്ലാ അരിയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞി തയ്യാറാക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. നമുക്ക് കഴുകിയെടുത്തിട്ട് ഞാൻ കുക്കറിലാണ് കഞ്ഞി വെക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനൊരു 2 പിടി, നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ കൈപ്പിടിക്ക് 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 പേർക്ക് നല്ല പോലെ കഴിക്കാനുള്ളൊരു കഞ്ഞി ഇത് ഉണ്ടാകും. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിന് തന്നെ ഒരു 2.5 കപ്പ് വെള്ളം കൂടി അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞിയൊക്കെ ഓരോ അരിക്ക് അനുസരിച്ചായിരിക്കും വേവൊക്കെ. പിന്നെ കഞ്ഞിയും ചോറൊക്കെ വെക്കുമ്പോൾ നല്ല തിളച്ച് പോകുമല്ലോ. അപ്പോൾ തിളച്ച് പോകാതിരിക്കാൻ നമ്മൾ ഈ കുക്കറിൽ ഒരു ടീസ്പൂൺ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ വല്ലാണ്ടൊന്നും അങ്ങനെ തിളച്ച് അങ്ങനെ പൊങ്ങി പോകൂല. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അതൊന്ന് പറയണം കേട്ടോ. ഞാൻ കുക്കറിലാണ് ചോറൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ടീസ്പൂൺ ഇട്ടിട്ട് അങ്ങനെ വെക്കാറാണ്. ഇപ്പോൾ ഞാൻ കഞ്ഞി വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പം ഞാനതൊരു 1/4 സ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 10 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ, കൂടുതലായി പോകണ്ട. അതിന് 10 ഉലുവ ഒക്കെ തന്നെ ഉണ്ടാകുള്ളൂ. അത് കൂടി ചേർത്തിട്ട് ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് കുക്കർ മൂടി ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾക്കത് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല പോലെ തിളച്ച് അങ്ങനെ പൊങ്ങിപ്പോകും. ഇപ്പം ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തുള്ളത്. 5 വിസിൽ വരുന്ന വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരിയിൽ വെള്ളമൊക്കെ പാകത്തിനൊന്ന് ഒഴിച്ചു കൊടുക്കണം, അടി പിടിക്കാതൊക്കെ നോക്കണം. അപ്പോൾ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി ഞാനവിടെ മൂടി വെച്ചിട്ട് തന്നെ ഉണ്ട്. നമ്മൾക്ക് ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടി എടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കഞ്ഞി ഞാൻ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ അരച്ചതുണ്ടല്ലോ, അത് തേങ്ങയും ജീരകം കൂടി അരച്ചത് നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണണേ. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇപ്പം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ടെടുക്കാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനും വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമ്മൾക്ക് ഓഫാക്കാം. അപ്പം നോമ്പിനൊക്കെ നമ്മൾക്ക് ക്ഷീണം മാറാനൊക്കെ നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. നമ്മൾക്ക് അത്താഴത്തിൻ്റെയൊക്കെ മുന്നായിട്ട് മുത്താഴം ഒക്കെ കഴിക്കുമല്ലോ. നമ്മൾ നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കഴിക്കാൻ നമ്മളെ ക്ഷീണമൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾക്കിത് ഫ്ലെയിം ഓഫാക്കി ഒരുപാട് ഇങ്ങനെ തിളപ്പിക്കണ്ട. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നെയ്യ് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം. വെളിച്ചെണ്ണയിലാകുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് നമ്മൾ ഈ കഞ്ഞിക്ക് കിട്ടൂല കേട്ടോ. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയിലാക്കിയാൽ മതിയേ. നെയ്യിലാവുമ്പോഴാണ് നമ്മൾ ഈ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് തൂമിച്ചെടുക്കാം. നല്ല പോലെ ബ്രൗൺ കളറാവുന്നതുകൊണ്ട് ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ മതി. നമ്മൾക്കിത് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് അടച്ച് വെക്കണം.
അപ്പം തന്നെ ഇങ്ങനെ കുത്തി ഇളക്കി അങ്ങനെ ഒന്നും ചെയ്യണ്ട. കുറച്ചൊരു 5 മിനിറ്റ് നമ്മൾക്ക് അടച്ച് വെക്കാം. അതിന് ശേഷം നമ്മൾക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഉണ്ടല്ലോ എന്ത് നല്ലൊരു സ്മെല്ലാണെന്ന് അറിയാം ഈ കഞ്ഞിക്ക്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി കഞ്ഞിയാണ് ഈ ചീരാക്കഞ്ഞി, ജീരകക്കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.